ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ നമ്മുടെ എക്സാമുകളൊക്കെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ ബയോളജി എക്സാമാണ് നമുക്ക് വരുന്നത്. ബയോളജിൻ്റെ എക്സാം 22-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ 22-ാം തീയതി നടക്കുന്ന ബയോളജി എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാർട്ടുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യവുമായിട്ടാണ്, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന ഭാഗവുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ജനിതക രോഗങ്ങൾ അല്ലേ. അകറ്റി നിർത്താം രോഗങ്ങളെ, കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കാണ് ജനിതക രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനറ്റിക് ഡിസീസസ് ആണ് അല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 മാർക്കിനൊക്കെ ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഏത്, ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അതിൽ നമുക്ക് 2 നമുക്ക് പഠിച്ചു വെക്കാനുള്ള 2 രോഗങ്ങളാണ്. ഏതൊക്കെയാണത്? ഒന്ന് ഹീമോഫിലിയാണ്, രണ്ടാമത് സിക്കിൾ സെൽ അനീമിയാണ്. ഈ 2 രോഗങ്ങളും മക്കൾക്ക് ഈ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിന്റെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹീമോഫിലിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹീമോഫിലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബ്ലീഡേഴ്സ് ഡിസീസ് ആണ് അല്ലേ. അതായത് ഏതെങ്കിലും ഒരു ചെറിയ മുറിവിൽ നിന്ന് എന്ത് ചെയ്യാണ്, രക്തപ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹീമോഫിലിയ എന്ന് വിളിക്കുന്നത്. അത് മക്കൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിന്റെ കാരണം, എന്താണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് ഇതിന്റെ കാരണം? വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ചില പ്രോട്ടീനുകൾ ഉണ്ട് അല്ലെ. ആ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ അഭാവം മൂലം രക്തം കട്ട പിടിക്കാതെ വരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്, ഹീമോഫിലിയ എന്ന് വിളിക്കുന്നത്. എന്താണ് അതിന്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നത്? എന്താണ്? നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ, ജീനുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹീമോഫിലിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ചെറിയ മുറിവിൽ നിന്ന് പോലും എന്ത് ചെയ്യുന്നു, വലിയ രീതിയിലുള്ള രക്തപ്രവാഹം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹീമോഫിലിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ രോഗം പരിഹരിക്കുന്നത് എന്നുള്ളത് മക്കൾക്ക് അറിയാം. എങ്ങനെയാണ്? ചെറിയ ചെറിയ ഇഞ്ചക്ഷൻസ് ആണ് അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഏത് പ്രോട്ടീന്റെ അളവാണോ കുറവുള്ളത് ആ പ്രോട്ടീൻ എന്ത് ചെയ്യുക, സപ്ലിമെന്റ് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹീമോഫിലിയ ബാധിച്ചിട്ടുള്ള കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ രോഗം എന്ത് ചെയ്യുന്നത്, താൽക്കാലികമായിട്ട് ശമനം നടത്തുന്നത് എന്നുള്ളത് മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹീമോഫിലിയ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ചർച്ച ചെയ്തു. അപ്പോൾ ഇവിടെ അതൊക്കെ തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ച് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിനും അതുപോലെ തന്നെ മലയാളം മീഡിയത്തിനും പഠിക്കാനുള്ള സാധനങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് മക്കൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ ജനറ്റിക് ഡിസീസിലാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ ജനറ്റിക് ഡിസീസ് ആണ്. അപ്പോൾ ഏതാണ് അത്? സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്ന രോഗമാണ് അല്ലെ. സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്ന രോഗമാണ്. അപ്പോൾ എങ്ങനെയാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക. അതായത് ജീനുകളുടെ തകരാറാണെന്ന് നമുക്കറിയാം, കാരണം എന്താ, ജനിതക രോഗമാണ്. അപ്പോൾ എങ്ങനെയാണ് ജീനുകളുടെ തകരാറ് സിക്കിൾ സെൽ അനീമിയയിലേക്ക് നയിക്കുന്നത്? അപ്പൊ സിക്കിൾ സെൽ അനീമിയ ഉണ്ടായിട്ടുള്ള ഒരാളുടെ WBC അല്ലെങ്കിൽ നമ്മുടെ RBC എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ RBC ഏത് ഷേപ്പിലാണ് ഉണ്ടാവുക? അതിന്റെ ഹീമോഗ്ലോബിന് സിക്കിൾ സെൽ ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലെ. RBC അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഏത് ഷേപ്പിലാണ് ഉണ്ടാവുക? നമ്മുടെ സിക്കിൾ സെൽ ഷേപ്പ് അഥവാ അരിവാൾ രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സാധനം മാറിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് മാറുന്നത് അല്ലെ, അതെങ്ങനെയാണ് മാറുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ജീനുകൾക്കുണ്ടാകുന്ന വൈകല്യം അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുന്നതിനാൽ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ എന്ത് ചെയ്യുന്നു, വ്യത്യാസം സംഭവിക്കുന്നു. അതായത് ജീനുകൾക്കുണ്ടാകുന്ന വൈകല്യം അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുന്നതിനാൽ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം സംഭവിക്കുകയും അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ കാരണമായിട്ട് മക്കൾ കാണാതെ പഠിച്ചിരിക്കേണ്ട കാര്യം. അപ്പൊ ഇത് മക്കൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കി കാണാതെ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കാരണം 2 മാർക്കിനാണ് കാരണം ചോദിക്കുക. 2 മാർക്കിനാണ് കാരണം ചോദിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യണം, മക്കൾ കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കണം. ഇനി ഇത് ഇങ്ങനെ സിക്കിൾ സെൽ ഷേപ്പിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത്? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി എന്ത് ചെയ്യുന്നു, കുറയുന്നു. അരുണരക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതുപോലെ തന്നെ ഇവ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് ജീൻസ് ഡിഫോമിറ്റീസ് ഒക്കർ ഇൻ ദ സീക്വൻസിംഗ് ഓഫ് അമിനോ ആസിഡ്സ് ഓഫ് ഹീമോഗ്ലോബിന്റെ അമിനോ ആസിഡ്സിന്റെ സീക്വൻസിംഗിൽ എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നു. ആൻഡ് RBCs become sickle shaped, അരിവാൾ രൂപത്തിൽ വളയുന്നു. ഇനി ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദി
RBC ഡിക്രീസസ് അല്ലെ, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി RBC എന്ത് ചെയ്യാണ്, കുറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൾസോ ദേ ഗെറ്റ് കളക്റ്റഡ് ഇൻ വെസൽസ് ആൻഡ് മേ ബ്ലോക്ക് ദ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് മക്കൾ എന്ത് ചെയ്യാനുള്ളത് ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പൊ ജനിതക രോഗങ്ങൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന രോഗമാണ്. അപ്പൊ അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ എന്ന് ഇവിടെ സാന്ദർഭികമായിട്ട് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.